വാവ്, എല്ലാരും കൂടെ ഓടുവാണോ കൂട്ടത്തോടെ? ഒരാൾ ഓടിയ ബാക്കി എല്ലാരും പുറകെ അങ്ങ് ഓടിക്കോളും തോന്നുന്നു. സൈക്കിൾ ഓടിക്കുക, കാരവാനിൽ നിൽക്കുക, എന്തൊക്കെ പരിപാടികളാണെന്ന് അറിയോ ഇവിടെ. എല്ലാം നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിപാടികളാണ്. രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോ ഒറിക്സും ഗസലൊക്കെ കണ്ടു. നല്ല കിടിലൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആവേശം നോക്കുക, ആവേശം. നടന്നു വരാൻ നേരത്ത് നമ്മളെ മുന്നേ കൂടെ ഇതെല്ലാം കൂടെ പാസ് ചെയ്തു. രാവിലെ ഇറങ്ങണം. അല്ല, പൂളിന്ന് വരാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? വെള്ളം കണ്ട അവിടെ ഇരിക്കുക. നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ബഹബൽ നച്ചു മൽമുഗേറ റിസോർട്ടിൽ. ഇതാ നമുക്ക് ഒരു വലിയൊരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ എൻ്റെ പേരൊക്കെ എഴുതി നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫുഡുകളും ആംബിയൻസ് ആണ് കേട്ടോ. എക്സ്ട്രീം വേണ്ട അതുകൊണ്ടാ ആ കാരമല്ലാതെ ഞങ്ങൾ നിൽക്കാൻ പോകുന്നത്. ഇത് കൊള്ളാട്ടോ, അടിപൊളി. റൂമിലാണുള്ളത്. കയറും 2 സൈക്കിളാണ്. നമ്മൾ നേച്ചർ ഡ്രൈവിന് വേണ്ടി പോകാൻ പോവാണ്. റിസൾട്ട്സ് നമ്മൾ കാരണം പറഞ്ഞില്ലേ, കാണിച്ചു തരാമെന്ന്. ഇതാ കിടക്കുന്നത്. റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി അൽമുഗേറ ബേയിലേക്ക് എത്തിയിട്ടാണ്. ഇവിടെ മുഗേറ ബേയിൽ വന്നിട്ട്. ഗുഡ് മോർണിംഗ്. രാവിലത്തെ സീൻ ഇതാണ് കേട്ടോ. രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഗ്ലാസ് മുഴുവൻ മഞ്ഞായിട്ട് അടിപൊളി. ഓക്കെ, അപ്പം ഞാനും ശരണ്യ ചേച്ചിയും കൂടെ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങുവാണ്. പ്രസാദം കാരണം ഉറങ്ങുവാണ്. ഇതൊക്കെയാണ്. ഇനി പുറത്തോട്ട് ഇറങ്ങി നോക്കട്ടെ എന്താണ് സീൻ എന്നുള്ളത്. ഗ്ലാസ് ഇതാ ഈ വാഷ്റൂമിലെ ഗ്ലാസ്സും ഒക്കെ മഞ്ഞിലാണ്. ഇവിടെ നമുക്ക് ഒക്കെ മഞ്ഞ. രാവിലെ തന്നെ കണി കാണാൻ വേണ്ടി ഒരാളിവിടെ വന്ന് നിൽപ്പുണ്ട് റെഡി ആയിട്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, ഹലോ. മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളെന്നെ അതിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ ഓടും. നമ്മളിങ്ങനെ നടന്ന് വിസിറ്റർ സെൻറ്ററിലേക്ക് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് ചൂട് ചെറുതായിട്ട് ഇങ്ങനെ ചേച്ചി പോകുന്ന വഴിക്കും ഉണ്ട് ഒരു കൂട്ടം നിൽക്കുന്ന. ദോ കണ്ട, വാവ്. ഇതൊന്ന് ബഗ്ഗി പോയാൽ നമുക്ക് കിട്ടൂല. നടന്നു പോയാലേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു കൂട്ടമുണ്ട്. ഹായ്, ഓടിച്ചെടി കളിക്കുന്നുണ്ടാ. അവര് പ്ലേ ടൈം ആണെന്ന് തോന്നുന്നു. ഗസൽ ക്രോസിംഗ് ഏരിയ. ചേച്ചി ഗസലല്ലേ, അത് ഒറിക്സ് അല്ലേ? ഒറിക്സ് അതിന്റെ കൊമ്പുണ്ടാ. ഈ കൂട്ടത്തിനകത്തെ ഒറിക്സും ഗസലും ഉണ്ട് കേട്ടാ. ഈ കൊമ്പ് ഇങ്ങനെ കാണുന്നത് ഒറിക്സ്. ഇതാ ഇതിലിങ്ങനെ കൊമ്പ് ഇങ്ങനെതാ. ഇവൻ ഒറിക്സ്. അപ്പുറത്ത് നിൽക്കുന്നവൻ ഗസല്. ആ ഗസല് കണ്ട അപ്പുറത്ത്. പോസ് ചെയ്ത് തരുവാണല്ലോ. വാവ്, എല്ലാരും കൂടെ ഓടുവാണോ കൂട്ടത്തോടെ? ഒരാൾ ഓടിയ ബാക്കി എല്ലാരും പുറകെ അങ്ങ് ഓടിക്കോളും തോന്നുന്നു. ഓ, അതിനകത്തൊക്കെ എത്രയാ ചേച്ചി? ആ കാണുന്ന ഏതൊക്കെയാണ് നമ്മളെ കാരവൻ കേട്ടോ. അതൊങ്ങാണ്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഈ കുന്നിൻ്റെ മുകളിലെത്തി. ഇതിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളെ സ്വിമ്മിങ് പൂള്. ഇത് പബ്ലിക്കായിട്ടുള്ള സ്വിമ്മിങ് പൂളാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കിടിലം വ്യൂ ആണ് കേട്ടോ. സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ നിന്ന് ഒരു ഇൻഫിനിറ്റി വ്യൂ കിട്ടുന്ന രീതിയിൽ മാംഗ്രൂവ്സിനെ ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പൂള് നിൽക്കുന്നത്. കിടിലം. 1.55 മീറ്ററാണ് ഡെപ്ത് വരുന്നത്. മൊത്തത്തിലൊരു ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കിഡ്സ് പൂളും ഉണ്ട്, 0.8 മീറ്റർ. ഇപ്പം പൂൾ ഓപ്പൺ അല്ല. പൂള് വർക്കിംഗ് ടൈം എന്ന് വെച്ചാൽ 9 മണി മുതൽ വൈകുന്നേരം സൺസെറ്റ് ടൈം വരെയാണ് അവർ പറഞ്ഞത്. നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഒരു 6-6:30 മണിയേ ആയുള്ളൂ. പൂളിൽ നിന്നുള്ള വ്യൂ കിടിലം. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ സൺറൈസ് ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പം പ്രസാദനും അരുൺചേട്ടനും കൂടെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ പൂളിച്ചാടാൻ വരും. പിന്നെ പൂളിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഗെയിംസൊക്കെ വെച്ചിട്ടുള്ളത്, ആക്ടിവിറ്റീസ്. ഇത് ടേബിൾ ടെന്നീസിൻ്റെയും ഹൂസ് ബോൾ എവിടെയാണെന്തോ. പിന്നെ ഇവിടെ ട്രംപോളിന് പിള്ളേർക്കുള്ള ചെറിയ സ്വിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പൂളി ചാടുന്നതിന് മുന്നേ ഉള്ള പൂൾ റൂൾസ് ഒക്കെ അവിടെ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷവർ ചെയ്യേണ്ട ഒരു ഷവർ ഏരിയ കൊടുത്തിട്ടുണ്ട്. പൂളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു കിച്ചൺ ആൻഡ് F&B സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പൂളിൻ്റെ സൈഡിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം. കുറേ അത്യാവശ്യം നല്ല സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ ആണ്. വിൻ്റർ സമയത്ത് അടിപൊളിയായിരിക്കും ഇവിടെ ഇരുന്ന്. കിടിലം വ്യൂ ആയിരിക്കും. രാവിലെ തന്നെ എല്ലാവരും സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതുപോലെ സൈക്കിൾ എടുത്ത് ഇറങ്ങണ്ടാണ്. രണ്ടുപേരും പക്ഷേ കിടന്ന് ഉറങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ സൈക്കിൾ എടുത്തില്ല. ഇവരൊക്കെ സൈക്കിൾ എടുത്ത് പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളങ്ങനെ നടന്ന് റിസപ്ഷനിലെത്തി. ബഗ്ഗി എടുത്ത് നേരെ ബോർഡ് വാക്കിലേക്ക് പോവുകയാണ്. ഓക്കെ,
ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ കയാക്കിങ്ങിനും കൈറ്റിങ്ങിനൊക്കെ വന്ന സ്ഥലത്തെത്തി. അതായത് ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ വ്യൂ ഇതാണ്. നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് സൈക്കിൾ എടുത്തിട്ട് എല്ലാവരും കൂടെ ഇതിൻ്റെ മുകളിൽ കൂടി തകർക്കുന്നുണ്ട് ഓടിച്ച്. വാവ്. ബാബൽ നജൂം അൽമുഗേറ എന്ന് പറയുന്നത് മിർഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അബുദാബി സിറ്റിന്ന് ഏകദേശം 150 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂർ വരണം നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്. ഓൾമോസ്റ്റ് എത്താനായി 20 കിലോമീറ്റർ കൂടി ഉള്ളൂ. ഇനി ബാബൽ നജൂം റിസോർട്ട് എന്ന് പറയുന്നത് അൽമുഗേറ ബീച്ചിന്റെ തൊട്ടടുത്താണ്. കിട്ടില്ല റിസോർട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്ഥലമാണ്. ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ തരിശ് ഭൂമിയിൽ കുറെ മരങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന അതിന്റെ നടുക്കാണ് നമ്മൾ ഇന്ന് നിൽക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാരവാനിൽ നിൽക്കാൻ പറ്റും. നമ്മൾ ഈ കാരവാൻ സ്റ്റേക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ പോകുന്നത്. അതിന് എയർ സ്ട്രീം എന്നാണ് ഇവർ പറയുന്നത്. കിട്ടില്ല, കാണുന്നില്ലേ, അടിപൊളിയാണ്. സ്റ്റേ കൂടാതെ കിടിലൻ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ബീച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റിയാണ്. കണ്ടൽക്കാടിന്റെ ഇടയിൽക്കുള്ള നടത്തം, അതുപോലെ സൈക്കിൾ എടുത്ത് ഓടിക്കല്, ഫുള്ള് പരിപാടികളാണ്. മാനുകളുടെ ഇടയിൽ കൂടിയൊക്കെ നമുക്ക് സൈക്കിൾ എടുത്ത് ഓടിച്ചു പോകാൻ പറ്റുന്ന കിടിലൊരു സ്ഥലമാണ്. അതിൽ തന്നെ ഫുള്ള് ഫോക്ഡ് അപ്പ് ആണ് ഗ്ലാസ് ഒക്കെ. എന്താണത്? ഏതായാലും അവര് അവിടെ കോഫി ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞ സൈക്കിൾ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സൈക്കിൾ എടുത്തിട്ട് കോഫി ഷോപ്പിലോട്ട് പോട്ടെ, കോഫി ഓടിക്കാൻ. വീഡിയോ എടുത്തുകൊണ്ട് സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് ക്രേസിയുള്ള പരിപാടിയില്ല, എന്നാലും കുഴപ്പമില്ല. അടിപൊളിയാണ് കേട്ടോ. ഏത് റിസോർട്ടിൽ പോയിട്ട് കിട്ടുമെങ്കിൽ സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടി. സൈക്കിൾ ഓടിക്കുക, കാരവാനിൽ നിൽക്കുക, എന്തൊക്കെ പരിപാടികളാണെന്ന് അറിയാം. ഇവിടെ എല്ലാം നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിപാടികളാണ്. ഇടുകയാണ് കേട്ടോ എക്സ്പീരിയൻസ്. സൂപ്പർ. ഇന്നലത്തെ ഉറക്കമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വൃത്തി കുറഞ്ഞു. ഒന്നും അറിഞ്ഞില്ല. അത്രയും സൈക്കിളൊക്കെ ഓടിച്ച് ക്ഷീണിച്ച് ആണ്. കൊള്ളായിരുന്നു. കിട്ടില്ല. ഇതാണ് പകലത്തെ വ്യൂ. നല്ല എന്താ പറയുക, ചൂട് ആയി വരുന്നുണ്ട്. സമയം ഇപ്പോൾ രാവിലെ 8 മണി ആയതേ ഉള്ളൂ. ചൂടായി വരുന്നുണ്ട്. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ സൈക്കിളൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അത്രയും ചൂടുണ്ടാവും. പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. അവിടെ അതൊക്കെ എയർ സ്ട്രീംസ് ആണ്. അങ്ങ് മറ്റേ എൻഡിലാണ് ക്യാബിൻസ് ഉള്ളത്. നമ്മളെത്തി. ആ കാണുന്നതാണ് റിസപ്ഷനും അതുപോലെ റെസ്റ്റോറൻ്റൊക്കെ വരുന്നത്. അവിടെയാണ്. എല്ലായിടത്തും ഇങ്ങനെ സൈക്കിള് വെക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കാണുമല്ലേ ഇതുപോലെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തായത് നിങ്ങൾ അതിനിടയിൽ കോഫിയാ? ഓഹോ, ഡിറ്റർമിനേഷൻ അല്ലേ? 5:45 നടന്ന് പൂളൊക്കെ കണ്ട്. ഇതെന്താ കോഫി? കോൾഡ് കോഫിയാ? ഓക്കെ, ചെടി കാണാം. എൻ്റെ ട്രീക്ക് വേണ്ടി ഞങ്ങളുടെ ആക്ടിവിറ്റി ഹബിനുള്ളിൽ ഇരിക്കാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് നമുക്ക് ആക്ടിവിറ്റി ഹബും കൂടെ ഒന്ന് കണ്ടേക്കാം. ആഹാ, ഇത് വെച്ചിട്ടുള്ള സാധനം ആക്കിയതാണ് അവർ റിസപ്ഷനിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. അടിപൊളി അല്ലേ? ഇല്ലേ? ഇത് ആർച്ചറിയുടെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിള്ളേർ വരച്ച കളർ ചെയ്ത സംഭവങ്ങൾ. പിള്ളേരാണോ അല്ല വലിയവരാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി. അവിടെ ചെസ്സൊക്കെ ഉണ്ട് കേട്ടോ. ചെസ്സുണ്ട്, ഫുട്ബോളുണ്ട്, ബാസ്കറ്റ്ബോളുണ്ട്, എല്ലാ സംഭവമുണ്ട്. കപ്പ് വരെ കിട്ടുന്നതാണ് തോന്നുന്നത്. അത് മറ്റേ ഇതില്ലേ, മറ്റേ മറ്റുള്ള കളികൾ, റിങ് അറിയുന്നത്. ആഹാ, കൊള്ളാമേ. ഇതെന്തിനാ? എന്തായാലും കൊള്ളാം. ഇതൊക്കെ ഇതാ വെച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു ഇത് വെച്ചിട്ടുണ്ട് ആർച്ചറിയുടെ. അവിടെ ആക്ടിവിറ്റി നടന്നു പോകുന്ന സംഭവങ്ങളൊക്കെ ഫോട്ടോ വെച്ചിട്ട് നോക്ക്. ഇതുപോലെയാണ് മറ്റേ തണുപ്പുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന. കിട്ടില്ല. ആവേശം നോക്ക്, ആവേശം. അതിനല്ലേ ക്യാമറ എടുത്ത് വിട്ടിട്ടുള്ളത്. ചെസ്സൊക്കെ എടുത്ത് കളിക്കണ്ടല്ലോ. അമ്പിച്ച ചെസ് പ്ലെയർ ആണെന്നല്ല തോന്നുന്നത്. ചെസ് ചാമ്പ്യൻ ഓഫ് ദ. സ്വന്തമായിട്ട് കളിച്ചോ? ആ, ഉള്ളില് ബാക്ക് ഗെയിമുണ്ട് കേട്ടോ. ബാക്ക് ഗെയിമും കളിക്കാൻ പറ്റും. പക്ഷെ ബാക്ക് ഗെയിമിന്റെ ഇതൊന്നും കാണില്ല. കരുക്കള് ഇതന്നെ വെച്ച് കളിക്കേണ്ടി വരും ചിലപ്പോ. കൊള്ളാം. അതന്നെ വെച്ച് അത് പിന്നെ കുറെ ചെറിയ ചെറിയ കരുക്കളുണ്ടാവും അത് കളിക്കാൻ വേണ്ടിട്ട്.
ആ ഈ ബോർഡിന്റെ മുകളിലാണ് കളിക്കുക. കട്ട വേറെയാണ് വേണ്ടത്, പക്ഷെ എങ്ങനെയാണെന്ന് അവിടെ ഇതുണ്ട് കേട്ടോ. ഷട്ടിൽ കോക്ക് ഷട്ടിൽ ബാറ്റ് ഉണ്ടോ? ഷട്ടിൽ ബാറ്റ് അതാ മുകളിൽ കിടക്കുന്നു. ആ ക്യാരം ബോർഡ് ഉണ്ട്. കൊള്ളാല. ആ ബോർഡ് ഗെയിംസ് കളിക്കാൻ വേണ്ടി സമയമുണ്ട്. 10 മണിക്കായിട്ട് അവര് ഇതൊക്കെ സെറ്റ് ചെയ്ത് തരും നമുക്ക്. ഇവിടെ ചില്ലറ ഗെയിംസ് അല്ല ഉള്ളു കേട്ടോ. ജങ്കി ഉണ്ട്, ഊനോ ഉണ്ട്, ഇത് 100 ഗെയിംസ്, ജൂക്ക് ബോക്സ് എന്നൊക്കെ കൊണ്ടൊരു സംഭവം ഉണ്ട് കണ്ടോ. ഇതിൽ ഒരുപാട് ബോർഡ് ഗെയിമുകൾ കണ്ടു. ഈ ബോർഡ് ഗെയിമുകളൊക്കെ ഇതിലുണ്ട്, അത് വെച്ച് കളിക്കാൻ പറ്റും. കൊള്ളാട്ടാ പരിപാടി. ഈ ബോർഡ് ഗെയിം നമുക്ക് വാങ്ങിച്ചാൽ നമ്മളെ പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിട്ട്. അതെ ഇതാണ് സാധനം കേട്ടാ. 100 ഗെയിംസ് ജ്യൂസ് ജഗോസ്. പക്ഷെ ഇവിടെ ഡിയറിന്റെ തലയൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്ത് ഗെയിമാണെന്നോ. റിയലി ഗുഡ്, ഗ്രേറ്റ്. അപ്പോൾ ഇതാ നമ്മൾ ചെടി നടാൻ വേണ്ടി പോവാണ്. ദീനുണ്ട് നമുക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. Yes, all good. Yeah. Mika. This usually all the tenants do this or very rarely? If there is on the schedule, because we have itinerary each Uh-huh. day, so we have different itinerary. Okay. Okay. ഓ അതെയോ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ നട്ടമൊക്കെ ചിലപ്പോ ആരെങ്കിലും ഒക്കെ നട്ടമായിരിക്കും ചിലപ്പോ, പ്രതീക്ഷിക്കാം. നമുക്ക് ഇവിടെ ആണല്ലേ. ഓ എമി കുഴിക്കുന്നുണ്ട് അവിടെ നമുക്ക് ഇവിടെ ഇട്ട്. അയ്യോ പാവം. ഗുഡ് മോർണിംഗ്. താങ്ക് യു. അറിയോ Good. How are you? And other imaginary, I don't know what he prepared for you. ഇത് ഇങ്ങനെയാണ് നടേണ്ടത്. ഇവിടെ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കൂനാക്കി വെച്ചിട്ടുണ്ട് മണ്ണിനെ. എങ്ങനെയാണ് നടേണ്ടതെന്നുള്ളത് ദിന. യെസ് ഷുവർ. That's what we were telling. We should come back Your again. plant Maybe after 5 Yes. years? 5 years, 6 years? after no in few months. Few months. Yeah, especially this one grows already. Yeah, Okay. so in maybe 6 months. Okay. Yeah, that's why this one we don't have the net yet to cover, but we will ask the team to place a cover. Otherwise, the gazelles they will come. Okay, so we will put on top of this. Okay. Wait, we have more. Where are the other shovel ends? There. ഇങ്ങനെയാണ് നടേണ്ടത്. അവിടെ നടുക്ക് ഒരു ഇതാക്കിയിട്ട്. So because this, I think you have the frame. You have to make it deeper. Okay. അങ്ങനെ എടുത്ത് മണ്ണൊക്കെ എടുത്ത്. Now time to place it. I think we both will do it together. Okay, I think one minute. One stay here. One stay here. Fine. Okay. വളർന്ന് പന്തലിച്ച് വരൂ. തകർക്ക് മക്കളെ തകർക്ക്. കൊള്ളാം. You have to cover. Cover the whole thing. Okay. സെറ്റ്. അപ്പൊ ഒരു thumbs up കൂടെ കൊടുത്തേ. മക്കളെ all the best. Yeah, that is അത് വെള്ളം. put on top. Okay? Because this is the source of water. Okay. There are holes on the pipe. Okay. Okay. There are timings for this. Okay. അപ്പോൾ വെള്ളം കൊടുക്കാനും അതിന് കൊടുത്തിട്ടുണ്ട്. അത് ഈ പൈപ്പിലൂടെയാണ് വെള്ളം വരുന്നത്. അതിന് കുറേ ഹോൾസ് ഉണ്ട്. ഓരോ സമയത്ത് അതിൻ്റെ ഹോളിൽ നിന്ന് ഓണാവുന്ന സമയത്ത് ആ ഹോളിലൂടെ വെള്ളം വീഴും. അപ്പോൾ നമ്മുടെ ചെടിക്ക് വെള്ളം കിട്ടും. അപ്പോൾ എവിടെയാണെന്നൊക്കെ നോക്കി വെച്ചോട്ടോ, എവിടെയുള്ളതെന്നൊക്കെ. ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഇൻ്റർസെക്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ അടുത്തായി. അവിടെ ഒരു ബോർഡുണ്ട്, ആ ബോർഡ് നോക്കിയാൽ മതി. ആ ബോർഡിൻ്റെ അടുത്താണ്. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മരം ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ.
ഇതിനാണ് അംബ്രല്ല തോന്നാണ് ഈ ചെടിയുടെ പേര്. അപ്പോൾ അതാണ് നടാൻ പോകുന്നത്. എല്ലാം അംബ്രല്ല തോന്നാണെന്ന് തോന്നുന്നു. ടാമറിസ്ക്. ഓക്കെ, ഇത് ടാമറിസ് ട്രീ ആണ്. അതാണ് ഇവിടെ നടാൻ പോകുന്നത്. ആ, ആരാടുന്നേ? ആ, അല്ല 4 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. Yeah. Only one, because we're gonna have another one for the other peasants. Okay, no problem. All right, please. നിങ്ങൾ രണ്ടും കൂടെ ആണ് ഷൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ചെടിയാണ് നമ്മൾ നടാൻ പോകുന്നത്. നമ്മൾ ഇതിന്റെ ചെടിയുടെ ഇതൊക്കെ എടുത്ത് ഇതാ. ഇത് എന്തായാലും ടാമറിൻഡ് അല്ലേ? ടാമറിൻസ്, ടാമറിൻഡോ, ടാമറിസ്, ടാമറിസ്ക് എന്ന് പറഞ്ഞാൽ Tarfa in Arabic. Tarfa. Tarfa. കർപ്പ, ടാമറിസ്കിനാണ്. ഐശ്വര്യമായിട്ട് കുറച്ചും കൂടെ കുഴി ഉണ്ടായിക്കോ. അതിനായിട്ട് കുഴിക്കാണ്ടിരിക്കുന്നത് എന്താ? ഞാൻ നോക്കിയില്ല. ശവലൊന്നും വേണ്ട. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ചെടി നോക്കി വെച്ചോ. ഇതാണ് നമ്മൾ നട്ട ചെടി. അതുമാണ് ആ ചെടിയുണ്ട്. അപ്പോൾ ഇതാ അങ്ങ് ആ ഒരു ഇതിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് നമ്മളെ ചെടി ഉണ്ടോ വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പറയണം കേട്ടോ, കമൻറ്റ് ഇടണേ. അങ്ങനെ നമ്മൾ മരമൊക്കെ നട്ടിട്ട് ഇനി അടുത്ത ഹോട്ടലിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ്. ഫസ്റ്റ് ഐറ്റംസ് ഒക്കെ റെഡിയാണ്. വേണ്ട ഡോനറ്റിലാണല്ലോ സ്റ്റാർട്ട്. ഇവിടെ അതാ ഫുള്ള് ഡെസേർട്ട്സ്, അതുപോലെ ഫ്രൂട്ട്സും സാലഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ബ്രെഡ്സ് ഉണ്ട്, ഒരു ടൈപ്പ് ഓഫ് ബ്രെഡും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഡാനിഷ് പേസ്ട്രി ആണ്. ഡാനിഷ് പേസ്ട്രി ഉണ്ട്, ഓട്ട് മീൽ ഉണ്ട്, എന്താ പാൻ കേക്ക് ഫ്രഷ് ആയിട്ട് ആക്കി തരും, അതുപോലെ ഓംലെറ്റ് ആക്കി തരും. ഹലോ, ഹായ്, ഫൈൻ ഫൈൻ, ഹൗ ആർ യു? ഓംലെറ്റ് ഒക്കെ കറക്റ്റായിരുന്നു. സ്ക്രാമ്പിൾഡ് എഗ്ഗ്, അതുപോലെ ബോയിൽഡ് എഗ്ഗ്, ഓംലെറ്റ് എല്ലാം ആക്കി തരും ഇവിടുന്ന്. അതുപോലെ ഇവിടെ 2 ജ്യൂസ് വെച്ചിട്ടുണ്ട്, മിൻറ്റും ഓറഞ്ചും. അതുപോലെ ഇവിടെ ഇതാണ് മെയിൻ കോഴ്സസ് ഉള്ളത്, രാവിലത്തെ മെയിൻ സാധനങ്ങളുള്ളത്. ഇത് സോട്ടേഡ് മഷ്റൂം, ഗ്രിൽഡ് ടൊമാറ്റോ, പിന്നെ ഹാഷ് ബ്രൗൺ. ഓ, ഹാഷ് ബ്രൗൺ ഉണ്ടല്ലോ, ബേക്കഡ് ബീൻസ്. പിന്നെ ഇത് ടർക്കി ബേക്കണും സോസേജും ആണ്. ഇത് ബോയിൽഡ് എഗ്ഗാണ്. എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എല്ലാ സാധനവും എടുത്തുകൊണ്ടുണ്ടല്ലേ. ഒരാൾ ഓരോന്ന് എല്ലാത്തിനും ടേസ്റ്റ് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, കൊള്ളാം, അടിപൊളിയാണ്. നമുക്ക് ലേറ്റ് ചെക്കൗട്ട് തന്നിട്ടുണ്ട് അല്ലേ? 2 മണി വരെ ആക്കിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ 12 മണിയായിരുന്നു. 2 മണിക്കൂടെ എക്സ്ട്രാ അവർ അങ്ങനെ അങ്ങനെ അവർ ചവിട്ടിയിട്ട് പുറത്തോട്ട് വിടേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ പൂളിലോട്ടാണ്. ഫുഡൊക്കെ കഴിച്ച് ഇനി കഴിച്ചിട്ട് അല്ല ഇതൊക്കെ കഴിച്ച് സൺസ്ക്രീനൊക്കെ തേച്ച് ഇറങ്ങി വീണ്ടും വിശപ്പാക്കണം അല്ലേ? അതാണ് പരിപാടി. നമ്മളെല്ലാം റെഡിയായി ഫുള്ള് പൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇതാ ബഗ്ഗി വന്ന് നമ്മൾ കൂട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ബഗ്ഗിൽ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കാൻ പറ്റും. അങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൂളിലോട്ട്. ഫുള്ള് മറ്റേ സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ടാ പോകുന്നത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ മൈമിൽ പോകുന്ന ആൾക്കാരെ പോലെ ഉണ്ടാവും. കാരണം ഫുള്ള് സൺസ്ക്രീൻ ഇട്ടിട്ട് വെളുപ്പിച്ചിട്ടുള്ളത് അല്ലേ? അടിപൊളി. പുട്ടി ഇടേണ്ട ആവശ്യമില്ല, പുട്ടി അതിന് പകരം നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് പൂളിൽ പോയി നോക്കാം. നല്ല നട്ടപ്പൊരിയുടെ വെയിലത്ത് പൂളിലേക്ക് തുള്ളാൻ പോവാണ്. ലേശ തലക്ക് പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ചെറുതായിട്ടുണ്ട്. പിന്നെ എല്ലാരും അവിടെ പോയി. അപ്പൊ അവര് വിചാരിക്കണ്ടോ എന്താണ് ഇവര് ഭ്രാന്താണെന്ന്. ആ പറപ്പിച്ച് പോകുന്നുണ്ടല്ലോ. ഓക്കെ, പൂളെത്തിയിരിക്കുകയാണ്. ദ ഒയാസിസ് എന്ന് എഴുതിയതാണ് പൂള് കേട്ടോ. ഇത് കാണില്ലേ, ദ ഒയാസിസ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പൂള് വരുന്നത്. ഇൻഫിനിറ്റി പൂളാണ്. വാവ്, ഇതാണ് പൂൾ ഏരിയ കേട്ടോ. ഇതിങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളിതാ ഇവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളിരിക്കുന്ന സ്ഥലം. മുകളിൽ ഇങ്ങനെ ഒരു ഷെയ്ഡാണ് ഉള്ളത്, ഇവിടെ ഇങ്ങനത്തെ ഷെയ്ഡുണ്ട്. ഇതാണ് പൂൾ വരുന്നത്. ഇതൊരു കിഡ്സ് പൂളാണ്, ചെറുത്. അപ്പുറത്ത് വലിയ പൂള്. അടിപൊളി കേട്ടോ. കിടക്കാൻ സ്വയം താഴ്ച ഉണ്ടെന്ന് തോന്നുന്നല്ലോ. 1.55 മീറ്റർ ഉണ്ട്. ഡൈവിങ് പാടില്ല, പക്ഷെ 1.55 മീറ്റർ ഉണ്ട്. കുളിസിയും പിടിക്കട്ടെ, കുളിസി.
പബ്ലിക്കായിട്ട് കുളിക്കുമ്പോൾ പിന്നെ കുളിച്ച് പിടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് പൂളുള്ളത്. ഇതാ ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് ഇതാ ഒരു ഉയരത്തിലുള്ളത്, ഒരു കുന്നിൻ്റെ മുകളിലാണ്. എന്തായാലും നട്ടപ്പൊരിയുടെ വെയിലത്ത് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടല്ലോ അല്ലേ ഇവിടെ. ഇതാ അങ്ങോട്ടൊക്കെ അതാ നമ്മൾ ആ സൈഡിൽ നിന്നൊക്കെയാണ് വന്നത്. അങ്ങനെ ഇതൊക്കെ റിസോർട്ടിൻ്റെയും ഇതിൻ്റെ അത് ബീച്ച് ഏരിയയാണ്. അങ്ങ് ആ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ കയറ്റ് പറത്തിയത്. അങ്ങ് അവിടെയാണ് നമ്മൾ കയറ്റ് പറത്തിയതൊക്കെ സ്ഥലം വരുന്നത്. ആ വില്ല ഏരിയ ഉണ്ട് അവിടെ, അങ്ങ് അവിടുത്തെ വില്ല ഏരിയ അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒരു കുന്നിൻ്റെ പുറത്താണ് ഇതൊക്കെ ഉള്ളത്. ആ കാണുന്ന ഇതൊക്കെയാണ് ക്യാബിൻസ് ഉണ്ടായത്. ഈ കാണുന്ന ആ കാണുന്നൊക്കെ ക്യാബിൻസാണ്. അതിൽ നമുക്ക് ഫാമിലിയുടെ നിൽക്കാൻ വേണ്ടിയിട്ട് 4 പേരും 2 ഫാമിലിയൊക്കെ നിൽക്കുന്ന സമയത്ത് 2 ബെഡ്റൂമൊക്കെ ഉള്ള ക്യാബിൻസാണ്. അവിടെയൊക്കെ നിൽക്കാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ സെറ്റപ്പ്. കുറച്ച് തണുപ്പും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചാനെ. ഒന്ന് നീന്തി നോക്കുന്നോ? തുള്ളണ്ടേ? തുള്ളിക്കൂടാ. പക്ഷെ പരന്നിടത്തൊന്നും നല്ലോണം നീന്താൻ അറിയാം. തുള്ളട്ടെ എന്നൊക്കെ പറഞ്ഞു. തണുപ്പുണ്ടാ? കാലിൽ നിലത്ത് മുട്ടോ? ആ മുട്ടു. ഇത്ര പോരാ, എന്റെ കഴുത്തറ്റം മുള്ളുണ്ട്. ഇനി സാധകം ചെയ്താൽ മതി. സെറ്റാ? ഓ മുങ്ങാൻ മാത്രമൊന്നുമില്ല. ഇതിലറിയില്ല നടന്നോ വെള്ളത്തിലൂടെ? മുക്കാൻ പോകുന്നുണ്ടാ? അയ്യോ അങ്ങനെ പിടിച്ചിരിക്കുന്നല്ല. കൈവിട്ടാ മുങ്ങി പോകുന്ന പറഞ്ഞേ. ചേട്ടന് ബാലപാഠങ്ങൾ അറിയാല്ലേ? നമ്മള് പിന്നെ ബാലപാഠങ്ങൾ വരെ പഠിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അല്ല അത് ആ പാട്ട് ചിലപ്പോ സത്യമാവും. മാഞ്ഞല്ലോ മറന്നല്ലോ നോക്കേണ്ടി വരും. നമ്മളൊരു അടിപൊളി റീൽസ് എടുക്കുന്നുണ്ട്. അത് നമ്മളെ 2 പേരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാൻ കേട്ടോ. ട്രിപ്പ് ഗാലറി ആൻഡ് വേൾഡ് റൗണ്ട് ടെസ്റ്റ് രണ്ടിലും കാണാം. നമ്മൾ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ലിങ്കിലേക്ക് പോകുന്ന സമയത്ത് 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അല്ല പൂളിൽ നിന്ന് വരാനുള്ള ഉദ്ദേശമൊന്നുമില്ല. വെള്ളം കണ്ട അവിടെ ഇരിക്കുക. അതേത് കുഞ്ഞാവാ? പൂളിന്റെ സൈഡിലായിട്ട് തന്നെ ഫൂസ്ബോളൊക്കെ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഫൂസ്ബോൾ ഉണ്ട്. അങ്ങനത്തെ അവിടെ ടി കളിക്കാം. എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ അറേഞ്ച്ഡ് ആണ്. പക്ഷേ വെയിലാണ് ആക്ച്വലി. വെയിലത്ത് കളിക്കണം. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വണ്ടി കയറി നേരെ പോകണം. ഓൾമോസ്റ്റ് ചെക്കൗട്ടിൻ്റെ സമയം നമ്മുടെ ഓൾറെഡി ചെക്കൗട്ടിൻ്റെ സമയം കഴിഞ്ഞു. എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് ലേറ്റ് ചെക്കൗട്ട് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ സമയമുണ്ട്. നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നതായതുകൊണ്ട് നമ്മൾ ബഗ്ഗി പഠിക്കുന്നില്ല. ഈ കാട്ടിനുള്ളിൽ കൂടെ നടന്നിട്ട് പോകണം. ആ കാണുന്നതാണ് ആക്ച്വലി നമ്മുടെ വേസ്ട്രീം വരുന്നത്. നമ്മുടെ ക്യാബിൻ വരുന്നത് അവിടെയാണ്. ആ ദൂരെ കാണുന്ന അതാണ്. ദൂരെ മീൻസ് അത്ര ദൂരെയൊന്നുമില്ല. ആ കാണുന്നതാണ് നമ്മുടെ ക്യാബിൻ. അവിടത്തേക്ക് ഇതാ സുഖമായിട്ട് നടന്നെത്താനേ ഉള്ളൂ. പക്ഷേ വെയിലാണെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളത് അവഗണിച്ചുകൊണ്ട് നടക്കാൻ പോവാണ്. വെയിൽ നമ്മൾ അവഗണിക്കുന്നില്ല. പക്ഷേ അവിടെ നമ്മളേക്ക് കരിയാണ്ടിരുന്നാൽ മതി. പിടിച്ചോണേ, എന്നെ പിടിച്ചോണേ, പഠിച്ചവനെ എന്നെ കാത്തോളി എന്ന് പറഞ്ഞിട്ട്. അയ്യോ ഞാൻ താഴ്ത്തി. ഇങ്ങനെ ഞാൻ കയറിയാൽ മതി. അതെ ഇങ്ങനെ ഞാൻ കയറി കഴിഞ്ഞാൽ ആ സ്വിമ്മിംഗ് പൂൾ എടുത്ത് എത്താനുള്ളൂ. അതാ കാണുന്നില്ല, അതാണ് സ്വിമ്മിംഗ് പൂള്. നമ്മുടെ റൂമിൽ ഇതാ ഇവിടെ എത്തി. ഇത്രേ ഉള്ളൂ. ഈനാണ്. പക്ഷെ വെയിലായതുകൊണ്ട് നമുക്ക് ബഗ്ഗിക്ക് പോകുന്നതായിരിക്കും സുഖം.
അപ്പം നല്ല സുഖമായിരിക്കും അവിടെ എത്താൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് അടിച്ച് പൊളിച്ച് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പൊളിച്ചടുക്കി റൈഡ് പോയിട്ട് വരാം. ഒരു റൈഡ് പോയിട്ട് വരാം അല്ലേ? റൈഡ് പോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാം. യെസ് കമാൺ. ഞാൻ കേറിയില്ല. എടുത്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കിട്ടുള്ള എക്സ്പീരിയൻസ്. കുറച്ച് വെയിലില്ലാന്ന് വെച്ചാൽ അടിപൊളിയായനെ. ഇതേ പോണ്ടേ അടിച്ചു പൊളിയായിരുന്നു അല്ലേ? വന്നിട്ട് പോവാൻ തോന്നാത്തൊരു ഫീൽ കിട്ടുന്നത് അത്രയും അടിപൊളിയായിരുന്നു അല്ലേ സംഭവം? അത് കാണണല്ലേ, നമ്മൾ കാരവാന്റെ പുറത്ത് ഇപ്പോഴും നിൽക്കുകയാണ് ഇങ്ങനെ. ഇവിടുന്ന് പോകാനുള്ള സമയമായി. ആക്ച്വലി നമ്മളെ എക്സ്റ്റൻഷനൊക്കെ വാങ്ങിച്ചു. എക്സ്റ്റൻഷനും മതിയാവണ്ടായി. ആക്ച്വലി നമ്മൾ ലേറ്റ് ചെക്കൗട്ട് പറഞ്ഞായിരുന്നു അല്ലേ? സമയം കണ്ടോ? 2:15 2 മണിക്ക് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു, പക്ഷേ 2:15. ഇനിയിപ്പോൾ ഇറങ്ങണം. നമ്മൾ ബഗ്ഗി പറഞ്ഞിട്ടുണ്ട്, പോകാൻ പോവാണ് അല്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഞാൻ ഓർക്കും, കാരണം എന്റെ ബർത്ത്ഡേയുടെ ദിവസമാണല്ലോ നമ്മളിവിടെ വന്നത്. എന്റെ ബർത്ത്ഡേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അത് പക്ഷേ വിന്ററിലല്ലോ. അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ ഇവിടെ വരുന്നത് വിന്ററിൽ വരണം. വിന്റർ 2 ദിവസം നിൽക്കാൻ പറയണം അല്ലേ? അടിപൊളി സ്പോട്ടാണ്, അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ്. നിങ്ങൾക്ക് അബുദാബിയിലുള്ളവർക്ക് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്, അവേ ഫ്രം ദ സിറ്റി. സിറ്റിയുടെ ഒരു ഇതുമില്ല, വളരെ നാച്ചുറൽ, വളരെ കാം, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കിടില ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ കിടില സ്ഥലം. അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് അധികം വീഡിയോസ് ഒന്നും കാണത്തില്ല. നമ്മുടെ വീഡിയോ കയറി അങ്ങ് മോള് പോട്ടെ. പിന്നെ കൂടാതെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീമിനനുസരിച്ചിരിക്കുമല്ലോ ആ ഒരു ഓളം. അരുൺ ചേട്ടനും ശരണ്യ ചേച്ചിയും ട്രിപ്പ് ഗളറിയ ടീമിന്ന് അവരും കൂടെ ഉള്ളത് കൊണ്ട് മൊത്തത്തിലൊരു കളറായി. ഈ ഒരു വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും ആരാണ് അരുൺ ചേട്ടനും ശരണ്യ എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ അവരുടെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവരെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളും വീഡിയോകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ബാബ് അൽ മജജൂം. ബൈ ബൈ.